നിങ്ങൾ കരുതിയിരിക്കണം. ഇവിടെ വന്ന് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്ര തീവ്രമായി മുന്നോട്ട് പോകാനുള്ള കാരണം അവരെ നിങ്ങൾ കരുതിയിരിക്കണം. അത് നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ്, അവരുടെ തനിനിറം എന്താണ്, ഈ വിഭാഗത്തിൻ്റെ തനിനിറം എന്താണ്? അവർ പറഞ്ഞ സുന്നികളെ മുഴുവൻ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലണം. കേരളത്തിൻ്റെ മണ്ണിൽ പച്ചയിൽ പ്രസംഗിക്കാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? കേട്ടു നോക്കൂ. മുജാഹിദ് ബാലുശ്ശേരി അത് സത്യം പറഞ്ഞ സ്റ്റേജിൽ ഇരുന്നോണ്ടാ പറയുന്നത്. ഒറ്റടിക്ക് ചെവിക്കുറ്റി ഞാൻ പൊട്ടിച്ചു. ഒറ്റടിക്ക് ചെവി ഉണ്ടാവില്ല. പക്ഷെ ഓനൊക്കെ ജീവിക്കും സമസ്തയില്. ആ പകരയുടെ ലേറ്റസ്റ്റ് പ്രസംഗങ്ങളിൽ ഒന്ന് ഞാൻ സത്യം നേർക്കുനേരെ ആൾ കണ്ടിട്ടില്ല. കണ്ടാ ഞാൻ അടിക്കും. ഏത് ജയിലിൽ പോയി കിടന്നു അയാളെ കണ്ടാ ഞാൻ അടിക്കും. ചെവിക്ക് നോക്കിയാൽ ചെവിയിൽ മരിക്കുന്നവരെ അവസ്ഥ ഉണ്ടാവും. നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം. ഞാൻ പറയും RSSന്റെ നേരൊക്കെ ഇങ്ങനെ കുതിര കയറുന്ന പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ മൊയ്ലിയാമാരെ ചങ്ങലക്കിടി. മുസ്ലിങ്ങൾ രക്ഷപ്പെടും. RSS കുത്തിയ സ്വർഗം കിട്ടും. മൊയ്ലിയാർ കുത്തിയ നരകത്തിലാ. മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തിലാ. RSSനോട് ഏറ്റുമുട്ടിയ ചിലപ്പോൾ സ്വർഗം കിട്ടും ഈമാനുണ്ടെങ്കിൽ. ഓലൊരു പണ്ടത്ത് കത്തി കയറ്റി കുടല് വലിച്ചാലേ ഷഹീദിന്റെ കൂലി കിട്ടും. ഒരു മൊയ്ലിയാരെ തോളിൽ കൈവച്ച് ജീവിച്ച നരക. ഞാൻ ഈ NDF-കാരോടൊക്കെ നിങ്ങൾ ഈ RSSനെ കൈകാര്യം ചെയ്യുന്നത് മൊയ്ലിയാമാരെ ചങ്ങലക്കിടും. വെറും ചെയ്യരുത്, കൊല്ലിയും പിടിക്കുകയും ചെയ്യരുത്. ചങ്ങലക്കിടുക, മരിക്കുന്നവരെ തിന്നാനാണ് കൊടുക്കുക. എത്രയോ മനുഷ്യന്മാർ രക്ഷപ്പെടും. ചങ്ങല കിട്ടുക മതി, കെട്ടയച്ചൂടെ. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. അയാൾ അങ്ങനെ തുടരാണ്. നമുക്ക് കേൾക്കാൻ താല്പര്യമല്ല. മൊയ്ലിയാമാരെ തോളിൽ കൈവച്ച് നടന്നാൽ നരകം കിട്ടും. RSSകാരനെ കൊന്നാൽ അത് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുക. മൊയ്ലിയാമാരെ തോളിൽ കൈവച്ച് കിടന്നാൽ നരകാണ് കിട്ടുക എന്ന് പച്ചയിൽ പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരി. അവരെ വിഭാഗത്തിൽ മരിച്ചുപോയൊരു മൗലവി ഉണ്ടായിരുന്നു. നമ്മളെ വേദനിപ്പിച്ചു, ലോക മുസ്ലിമീങ്ങളെ വേദനിപ്പിച്ചു ഡോക്ടർ സക്കരിയ സ്വലാഹി. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബയുണ്ട്. മദീനത്ത് പോകണം എൻ്റെ സഹോദരങ്ങളെ. മദീന മുനവ്വറയിൽ ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങളൊരു സംഘം 50ഓളം വരുന്ന ആളുകൾ ഡോക്ടർ ബഷീർ ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വിനീതനായ ഞാനടക്കം 50ഓളം പേര് റബീഉൽ അവ്വൽ 12-ന് മദീനയിലെത്തുന്ന വിധത്തിൽ നാളെ ഇൻഷാ അല്ലാഹ് യാത്ര പോകാനിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നഹാ ത്വബാ വ ത്വയ്ബാ ഇന്നൽ ഈമാന ലയഇർസു ഇലൽ മദീന കമാ തഇർസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. മദീന അത് വിശുദ്ധിയുടെ വിളനിലയമാണ്. മദീന എൻ്റെ പ്രേമഭാജനമാണ്. മദീന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പൂന്തോപ്പ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പുള്ള ഇടമാണ്. അവിടെയാണ് ബാബു ജിബ്രീൽ, അവിടെയാണ് ബാബു സലാം, അവിടെയാണ് ബാബു റഹ്മ, അവിടെയാണ് ബാബു സിദ്ദീഖ്, അവിടെയാണ് അഹ്ലു സുഫ, അവിടെയാണ് ഹുജറത്തു ഷരീഫ, അവിടെയാണ് മബൈന ഖബരി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമുള്ളത്. ആ മദീനയിലെ ഖബറിന്റെ മുകളിൽ ഒരു പച്ച കുബ്ബയുണ്ട്. ഒരുപാട് കുബ്ബ ഇബ്നു അബ്ദുൽ വഖാബിന്റെ നേതൃത്വത്തിൽ തകർത്തിട്ടുണ്ട്. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലെ ഖദീജ ബീവിയുടെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ, അതുപോലെ ജന്നത്തുൽ ബഖിയയിലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ. ആ കുബ്ബ അടിച്ച് പൊളിച്ച് പാരമ്പര്യമുള്ള ഇവര്, അവരുടെ കേരളത്തിലൊരു പിന്മുറക്കാരൻ ഡോക്ടർ സക്കരിയ സ്വലാഹി പറഞ്ഞത്, മദീനയിലെ സൗദി അറേബ്യയുടെ അധികാരം കേരള നദുവത്തുൽ മുജാഹിദീന്റെ കയ്യിൽ കിട്ടിയാൽ റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിൽ നാട്ടിയ പച്ച കുബ്ബ ഞങ്ങൾ അടിച്ചു തകർക്കും എന്ന് പറഞ്ഞതാരാ? ഈ വിസ്റ്റം വിഭാഗത്തിൽ കഴിഞ്ഞുപോയ ഡോക്ടർ സക്കരിയ സ്വലാഹി. സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ.
ഞങ്ങൾക്ക് താർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുടുംബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുടുംബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുടുംബ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും. റസൂലുള്ളാഹിന്റെ ഖബർ വിളിക്കണോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു.